ഹിന്ദിയിൽ ഇമ്രാൻ ഹാഷ്മിയുടെ ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പോയി കണ്ട്. ആവാരപ്പൻ 2. ആരുടെ അപ്പനാണോ? ആവാരപ്പൻ ഫസ്റ്റ് ഞാൻ കണ്ടതാണ് പടം. കുറേ നാളുകൾക്ക് മുമ്പാണ്. ആ പടത്തിൻ്റെ സെക്കൻഡ് ആയിട്ടാണ് അവർ കാണിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഫസ്റ്റാണ്. സെക്കൻഡ് അത്ര ഒരു അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നി. ആവാരപ്പൻ 2 ഇതിപ്പം ഫസ്റ്റ് കാണാത്തവർക്കും 2 കാണാം. പടത്തിൻ്റെ അകത്ത് ഫ്ലാഷ് ബാക്ക് റെഫറൻസ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് ഇതിനു വേണ്ടി നിങ്ങൾ ഇനി ഫസ്റ്റ് പോയി കാണണം നിർബന്ധമില്ല. സെക്കൻഡ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ അതിലോട്ട് ഇൻവോൾവ് ആയിക്കോളും. ഇമ്രാൻ ഹാഷ്മി ഇപ്പോഴും യങ് മാൻ. നമ്മുടെ കേരളത്തിൽ വലിയ ഫാൻ ബേസ് ഉണ്ട്. ഓൾ കേരള ഇമ്രാൻ ഹാഷ്മി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ. അവർക്ക് ഓക്കെ ആയിരിക്കും. അല്ലാത്തവർക്ക് അത് ഓക്കെ ആണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. പടത്തെക്കുറിച്ച് പറയുമ്പം ആദ്യം ചെയ്ത പടത്തിൻ്റെ ഡയറക്ടറല്ല, ഇപ്പം ചെയ്തിരിക്കുന്ന പടത്തിൻ്റെ ഡയറക്ടർ. പടത്തിൻ്റെ ഡയറക്ടർ, ആക്ടർ, പ്രൊഡ്യൂസർ, വെടിവെപ്പ്, തട്ടിക്കൊണ്ടുപോകൽ, അടിയൊക്കെ ഈ പടത്തിൽ ഉണ്ട്. നല്ല മ്യൂസിക്കാണ്. ഈ പടത്തിൻ്റെ മ്യൂസിക് ഫസ്റ്റിലെ മ്യൂസിക്കൊക്കെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനെ കുറച്ചുകൂടിയൊക്കെ മാറ്റങ്ങൾ വരുത്തി കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ നല്ല സുഖമാണ്. പഴയ പടത്തിൽ മോശമെന്നല്ല പറഞ്ഞത്. ഹിന്ദിയിലൊക്കെ എപ്പോഴും ഫിലിം എടുത്ത് റീമേക്ക് ചെയ്യുക, മ്യൂസിക് എടുത്ത് റീമേക്ക് ചെയ്യുക. ഇന്ത്യയിൽ ഒരുമായപ്പെട്ട പടത്തിലെല്ലാം വരുന്ന പാട്ടുകൾ സ്ഥിരമായിട്ട് 60-കളിലും 70-കളിലും 80-കളിലും 90-കളിലും കേട്ട് പോയ ആ പാട്ടുകൾ തന്നെ വീണ്ടും ഇച്ചിരി ഫാസ്റ്റാക്കി കുറച്ച് ബീറ്റ് കൂട്ടി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. എന്തോ അവിടെയുള്ളവർക്ക് അതൊക്കെ ഇഷ്ടമായിരിക്കാം. ഈ ആവാരപ്പൻ ഫസ്റ്റ് കൊറിയൻ പടത്തിൻ്റെ റീമേക്കാണ്. അപ്പം അത് റീമേക്ക് ചെയ്ത് വെച്ചു. പിന്നീട് അതിൻ്റെ പാർട്ട് 2-ലോട്ട് വരുമ്പം അവരവരുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് സാധനം റെഡിയാക്കി എടുക്കണ്ടേ. ഇത് ഫസ്റ്റ് പാർട്ടിനോട് ഒരു നീതി പുലർത്തുന്ന രീതി വേണ്ടേ സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കാൻ. അപ്പം ഫസ്റ്റ് പാർട്ട് ഇപ്പം റീമേക്ക് ആയിരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അങ്ങോട്ട് കിടക്കുമ്പം അവർക്ക് പണിയെടുക്കണമല്ലോ. ഇപ്പം കണ്ട ആവാരപ്പൻ 2 എനിക്ക് ടേക്കൺ എന്ന് പറഞ്ഞ പടമുണ്ട്. ഇംഗ്ലീഷ് മൂവി, അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുള്ള മൂവിയാണ്. അപ്പം ആ പടത്തിൻ്റെ ഒരു ഷെയ്ഡ് എനിക്ക് ഫീൽ ചെയ്തു. പഴയ ആക്ട്രസ് ഷബ്നാസ്മിയൊക്കെ നല്ലൊരു ക്യാരക്ടർ ഈ പടത്തിൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ഗാങ്സ്റ്റർ ഡ്രാമ മൂവി. ഇവരെന്തൊക്കെ ചെയ്താലും അങ്ങോട്ടങ്ങ് മെനയാകുന്നില്ല. കുറേ നാളായിട്ട് ബോളിവുഡ് നേരിടുന്ന വലിയ പ്രശ്നമാണ്. അവർക്ക് ഫണ്ടുണ്ട്, ആക്ടേഴ്സുണ്ട്. പക്ഷേ ഈ ആക്ടേഴ്സിനെയൊന്നും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോഴും എവിടെയെല്ലൊക്കെ പൊള്ളാക്കാറുണ്ട്. അതാണ് പല പടങ്ങളിൽ, ഈ പടത്തിൽ പല പടങ്ങളും നേരിടുന്നത്. ഈ പടത്തിൽ പക്ഷേ ക്യാമറയാണെങ്കിലും മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. സൗണ്ട് ട്രാക്ക് നല്ലതാണ്. അഭിനയം വെച്ച് നോക്കുമ്പോൾ ഇമ്രാൻ ഹാഷ്മിക്ക് ഒരു ശൈലിയുണ്ട്. ആ ശൈലി പുള്ളി ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 2-ലോട്ട് വരുമ്പം കുറച്ച് മാറ്റം വരുത്തിയൊരു അഭിനയം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പ്രൊഡിക്റ്റബിൾ സ്റ്റോറിയാണ്. പക്ഷേ ഓക്കെ, കണ്ടിരിക്കാവുന്നൊരു ഇതാണ്. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്തത് എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്നുണ്ട്. എവിടെയൊക്കെ ഒരു ട്വിസ്റ്റും മറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പ്രഡിക്റ്റബിൾ അല്ലാത്ത രീതിയിലുള്ള ട്വിസ്റ്റ് അതുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇവിടെ തെലുങ്ക് സ്റ്റൈലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് നമുക്ക് പടം കാണുമ്പോൾ ഈ ആവാരപ്പൻ സെക്കൻഡിനേക്കാൾ ഒരു ബെറ്റർ മൂവിയായിട്ട് എനിക്ക് തോന്നിയ ആവാരപ്പൻ ഫസ്റ്റ് തന്നെയാണ്. ഫസ്റ്റ് കാണാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു. ഇതിനേക്കാളും എന്തുകൊണ്ടും ബെസ്റ്റ് ഫസ്റ്റ് തന്നെയാണ്. ഫസ്റ്റ് റീമേക്ക് ആയിരുന്നു. ഇപ്പം സെക്കൻഡിലോട്ട് വന്നപ്പോൾ വേറെ ഡയറക്ടറുമാണ്. പടത്തിൻ്റെ എനിക്ക് പോകുന്ന ഒരു വലിയ ഡ്രോബാക്ക്, ഇവർ പ്രഡിക്റ്റബിൾ രീതിയിൽ ആ മൂവി അങ്ങ് എടുത്ത് അങ്ങ് ക്ലൈമാക്സ് എൻഡ് ചെയ്തങ്ങ് തീർത്തു. സിനിമകൾ എപ്പോൾ ഒരു വലിയ വിജയത്തിലോട്ട് പോകുന്നത് കഥാപാത്രങ്ങൾ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. ആ തിയേറ്ററിൽ ഇരിക്കുന്ന ആൾക്കാർ ഈ കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വളരെ വിരളമാണ്. പാൻ ഇന്ത്യൻ വേൾഡ് വൈഡ് റിലീസല്ലേ, അതുകൊണ്ട് മുടക്കിയതൊക്കെ അവർക്ക് പുഷ്പം പോലെ ഊരെടുക്കാം. ഇമ്രാൻ്റെ മൂവീസ് വാച്ച് ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നല്ല വേൾഡ് ലെവൽ ഒരുപാട് ആൾക്കാരുണ്ട്. പുള്ളിക്കൊരു ഫാൻ ബേസും ഉണ്ട്. ചിലപ്പോൾ ഒക്കെ തോന്നും ഇമ്രാൻ ഹാഷ്മിക്ക് എന്താ വയ്യേ, വല്ലാത്തൊരു വയ്യായിയെ ഫീൽ ചെയ്യുന്നുണ്ട് ചില രംഗങ്ങളിലൊക്കെ. ഈ ആവാരപ്പൻ്റെ ഫസ്റ്റ് പടം ഹോങ്കോങ് ആയിരുന്നു. ഇപ്പോഴത്തെ സെക്കൻഡ് ബാങ്കോക്കാണ്. ഈ ബാങ്കോക്ക് എത്തുമ്പോൾ മുതൽ ആണ് നമുക്കൊരു പ്രഡിക്റ്റബിലിറ്റി ഫീൽ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. എന്താണെങ്കിലും ഇമ്രാൻ ഹാഷ്മിയൊക്കെ വല്ലപ്പോഴൊക്കെ അല്ല അഭിനയിക്കുന്നുള്ളൂ. ഞാൻ പുള്ളിയുടെ മർഡർ മൂവിയാണ് ആദ്യം കണ്ടത്. എനിക്കൊന്ന് പുള്ളിയുടെ ഫസ്റ്റ് മൂവി മർഡറാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സോങ്സ് ഉള്ളൊരു മൂവിയായിരുന്നു മർഡർ. പിന്നെ ആഷിഖ് ബനായ അപ്പനെ വന്നു. നല്ല സോങ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്. അങ്ങനെയാണല്ലോ ഇമ്രാൻ. പിന്നെ ഫ്രഞ്ച് കിസ്, അന്നത്തെ കാലത്ത് ഫ്രഞ്ച് കിസ് ചെയ്യുന്ന നായകൻ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പുള്ളി അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് പുള്ളി പല ക്യാരക്ടേഴ്സിലോട്ട് മാറുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ പുള്ളി ഇച്ചിരി ബ്രേക്ക് എടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നീട് പുള്ളി വല്ലപ്പോഴൊക്കെ പടം ചെയ്യുന്നുള്ളൂ. എന്താണെങ്കിലും ഈ ഒരു മൂവി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. സിനിമാക്കാരുടെ ഭാഷ പറഞ്ഞാൽ എനിക്കിത് വർക്കൗട്ടായില്ല. എന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഇത് വർക്കൗട്ട് ആകാതിരിക്കണം എന്നില്ല. നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഒട്ടും മോശം മൂവിയൊന്നുമല്ല, വാച്ചബിൾ മൂവിയാണ്. ഫസ്റ്റ് കണ്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആവാരപ്പൻ ഫസ്റ്റ് കണ്ടൊരു വ്യക്തിയാണെങ്കിൽ ഈ പടം കാണാൻ ശ്രമിക്കണം. ആവാരപ്പൻ ആരുടെ അപ്പൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.